തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ മരിച്ച 41 പേരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അനുകമ്പാർഹമായ രീതിയിൽ സർക്കാർ ജോലി നൽകാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മദ്രാസ് ഹൈക്കോടതി വിധി ഇടക്കാല ഉത്തരവിലൂടെ റദ്ദാക്കുകയും തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ നോട്ടീസ് അയക്കുകയും ചെയ്തത്. പണം നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിൽ അതിനൊപ്പം കുടുംബത്തിന് ആശ്വാസമായി ജോലി നൽകുന്നതിനെ എങ്ങനെ ചോദ്യം ചെയ്യാനാകുമെന്നും സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നതിന് നിരീക്ഷിച്ചു. തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി ഹൈക്കോടതി വിധിക്കെതിരെ ശക്തമായി തന്നെ വാദിച്ചു. ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് ജോലി നൽകാനുള്ള സർക്കാരിന്റെ നല്ല തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിനെ അദ്ദേഹം എതിർത്തു. തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ കാരുണ്യപരമായ നടപടിയെ തടയുന്നതിനെ സുപ്രീം കോടതി ബെഞ്ചും ചോദ്യം ചെയ്തു. ഒരു ദുരന്തത്തിൽ ആളുകൾ മരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാനും സാമ്പത്തിക ധനസഹായത്തോടൊപ്പം ജോലി നൽകാനും സർക്കാർ തീരുമാനിച്ചാൽ അതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? കുടുംബത്തിലെ ഏക വരുമാനമുള്ള വ്യക്തി മരിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിലെ മകനോ മകൾക്കോ ജോലി നൽകാൻ സർക്കാരിന് അവകാശമില്ലേ എന്നും ജസ്റ്റിസ് പർദിവാല ചോദിച്ചിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്, ദുരന്തത്തിന് കാരണമായ രാഷ്ട്രീയ പാർട്ടിയാണ് നിലവിൽ തമിഴ്നാട്ടിൽ ഭരണം നടത്തുന്നതെന്നും അതിനാൽ ഭരണകൂടത്തിന് ഇതിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടെന്നുമാണ്. എന്നാൽ ഈ വിഷയത്തിലേക്ക് രാഷ്ട്രീയം വലിച്ചിഴക്കരുതെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അദ്ദേഹത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 ഏപ്രിലാണ് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ അനുകമ്പ നിയമനം സാധാരണയായി സർവീസിലിരിക്കെ മരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് ബാധകമായ പ്രത്യേക നിയമങ്ങൾക്ക് അനുസരിച്ചാണ് നൽകുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂലൈ 27 മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ദുരന്ത ബാധിതർക്ക് ജോലി നൽകാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഓർഡർ റദ്ദാക്കുന്നത്. ഈ ഉത്തരവ് ഭരണഘടനയുടെ 14, 16 എന്നീ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണെന്നും നിലവിൽ അനുകമ്പാർഹമായ ജോലിക്ക് വേണ്ടി നിരവധി പേർ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുമ്പോൾ കരൂർ ദുരന്തത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നത് നീതിയുക്തമല്ലെന്നും ജസ്റ്റിസ് കാർത്തികേയൻ, ജസ്റ്റിസ് ശക്തിവേൽ എന്നിവർ അടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. 2025 സെപ്റ്റംബർ 27 കരൂരിൽ നടന്ന TVK പാർട്ടിയുടെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ കൊല്ലപ്പെടുന്നു. സമീപകാലത്ത് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പരിപാടിക്കിടെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഇത്. തിരക്ക് നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയെ ചൊല്ലി പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഈ കേസിൽ നിലനിന്നിരുന്നു. വിജയ് നേതൃത്വം നൽകുന്ന TVK സർക്കാരിന് ആശ്വാസമാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പരമോന്നത കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ നിലവിൽ CBI അന്വേഷണം നടക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി താൽക്കാലികമായി പ്രാബല്യത്തിൽ നിന്ന് മാറി നിൽക്കും. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ഈ സ്ഥിതി തുടരുകയും ചെയ്യും.